വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ഡിസംബർ മാസത്തിനുള്ളിൽ നടത്താൻ സംസ്ഥാന സർക്കാർ. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്രത്തോട് ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കും. പദ്ധതി വൈകിയാൽ സാമ്പത്തിക നഷ്ടവും വരുമാനക്കുറവും ഉണ്ടാകുമെന്ന ആശങ്കയിലാണ്. കമ്മീഷനിംഗ് പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള സർക്കാർ തീരുമാനം ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. പോർട്ടിന്റെ പൂർണ്ണമായ പ്രയോജനം കിട്ടണമെങ്കിൽ ഇതിന്റെ ചുറ്റുപാടുള്ള ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. നമുക്ക് വ്യവസായങ്ങൾ വരണം, അതിന് ലോജിസ്റ്റിക് സംവിധാനങ്ങൾ വരണം, പുറത്തുനിന്ന് തന്നെ കൊണ്ടുവന്ന് ഇവിടെ അസംബ്ലിങ്ങും അല്ലെങ്കിൽ ഇവിടെ പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്ന ധാരാളം സെന്ററുകൾ ഇത്തരം പോർട്ടുകളുടെ ചുറ്റും വരും. അതിനൊരു ഡെവലപ്മെന്റ് സോൺ തന്നെ ഡെവലപ്പ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു പ്രൊപ്പോസൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ അംഗീകരിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്ത മാസം തന്നെ കമ്മീഷൻ ചെയ്യാനാണ് സർക്കാർ തീരുമാനം. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് പ്രതിദിനം ഒരു കപ്പലെങ്കിലും നങ്കൂരം വിടുന്നുണ്ട്. ഒപ്പം 2000 കണ്ടെയ്നറുകളും കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെ മേന്മകളാണ്. ഒരേ സമയം 2 കപ്പലുകൾ ഡോക്കിംഗ് ചെയ്യാൻ കഴിഞ്ഞു. കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ തീരത്തേക്കും ഫീഡർ കപ്പലുകൾ വെസലിലേക്കും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ തുറമുഖം വലിയ രീതിയിൽ പ്രവർത്തന സജ്ജമാകുന്നു. ഈ സാഹചര്യത്തിൽ കമ്മീഷനിംഗ് വൈകിയാൽ അത് വരുമാനത്തിനും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കും. അടുത്ത മാസം ആദ്യവാരം തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള തീയതി നിശ്ചയിക്കും. വയബിലിറ്റി ഗ്രാഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടനടി ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താനാണ് സർക്കാരിന്റെ ശ്രമം. ട്രയൽ റൺ പൂർത്തിയാകുമ്പോൾ പ്രതീക്ഷയേക്കാൾ ഉപരി തുറമുഖത്തിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതും മറ്റൊരു പ്രത്യേകതയാണ്. ജനം, തിരുവനന്തപുരം.